ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രസ് സ്കെയിലേക്ക് സ്വാഗതം. ഞാൻ റിനോയ്സിക്കെ. കുറെ കാലമായി നമ്മൾ കണ്ടിട്ട് എനിവേ നമ്മൾ വീണ്ടും LPST UPST എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതായത് 2026 അവസാന ഘട്ടങ്ങളിൽ LPST UPST നോട്ടിഫിക്കേഷൻ വരുമെന്ന് കരുതുന്നു. ആ LPST UPSTക്ക് വേണ്ടി നമ്മൾ സജീവമായി പഠിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുക, 2026 അവസാന ഘട്ടത്തിലല്ലേ വരൂ എന്നല്ലേ. സോ ആ 2026 അവസാന ഘട്ടം എന്ന് പറയുമ്പോൾ നോർമലി ഏകദേശം 1.5 വർഷമേ നമുക്ക് കിട്ടൂ. 1.5 വർഷം. കഴിഞ്ഞ തവണ നമ്മൾ 2 വർഷത്തിന് മുമ്പേ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ 2 വർഷത്തിന് മുമ്പേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുട്ടികൾക്ക് എന്തായിരുന്നു, നോർമലി പല കുട്ടികളും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ എക്സാം ആയിരുന്നു LPSTയുടെയും UPSTയുടെയും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, LPST UPSTക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുക്കണം. സോ നമ്മൾ സിലബസിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്, വേറൊന്നല്ല. LPST UPST 2026 നമ്മളോട് ചോദിക്കുന്ന ബയോളജിയുടെ പാർട്ട്, അതായത് 8 മാർക്കോളം ചോദിക്കുന്ന 8 മാർക്കോളം ബയോളജിയിൽ നിന്നുണ്ടാവുക. 6 മാർക്ക് നമുക്ക് ഈ പാർട്ടിൽ നിന്നുണ്ടാവും, 2 മാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും ആയിരിക്കും ഉണ്ടാവുക. ആ ഭാഗത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ആദ്യം ബയോളജിയിൽ ഏതൊക്കെ മേഖലകളിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത, ആ സിലബസ് ആണ് നമ്മളിപ്പോ ഒന്ന് പരിചയപ്പെടുന്നത്. കേട്ടോളെ, ഒന്നാമത്തെ ഭാഗം ബയോളജിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ എപ്പോഴും ഒരു 10,000 വട്ടം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ബയോളജിയിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇത്, കോശങ്ങളുടെ ഘടന. കോശത്തെ പറ്റി വ്യക്തമായിട്ട് PSC എക്സാം സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. LPST UPSTക്ക് വ്യക്തമായിട്ട് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ കോശങ്ങളുടെ ഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം, സിലബസിൽ ഒന്നാമത്തെ ടോപ്പിക്ക്. സോ ഒരുപാട് ചോദ്യങ്ങൾ കോശവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അത്യാവശ്യം വളരെ വിശദമായിട്ട് പഠിക്കാനുള്ള ഡാറ്റയാണ് കോശങ്ങളുടെ ഘടനയും കോശങ്ങളുടെ ധർമ്മവും ഒക്കെ. സോ കോശങ്ങളുടെ കൂട്ടമാണ് ഇത് കലകൾ. ആ കലകളെ കുറിച്ചാണ് രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കോശങ്ങളുടെ കൂട്ടമാണ് ഇത് കലകളെ കുറിച്ച് വ്യക്തമായിട്ട് ഒരുപാട് ഡാറ്റകൾ എത്രാം ക്ലാസ്, 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൂടാണ്ട് +1 ചാപ്റ്റേഴ്സിലുണ്ട്. ഇതൊക്കെ ഏകദേശം 5 മുതൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, 5ാം ക്ലാസ് മുതൽ ഒരു +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് കലക്കി കുടിക്കണം, അങ്ങനെ തന്നെ പറയാം. ആ രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 8 മാർക്ക് വളരെ സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. നമുക്കത് വേണ്ടേ? വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴേ പഠനം ആരംഭിക്കണം. സോ ഇനിയും വൈകിക്കൂടാ. സോ സിലബസ് ഏതാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. സിലബസിൽ ആദ്യ ഭാഗം കോശങ്ങളുടെ ഘടനയും കോശത്തിന്റെ ധർമ്മവും ഒക്കെയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആന്തർദ്രവ്യജാലിക, മൈറ്റോകോൺട്രിയ, ലൈസോസോം, സെൻട്രോസോം, ഗോൾഗി വസ്തു, മർമ്മം, കണ്ടെത്തിയത്. സോ ഇങ്ങനെ ഒരുപാട് വിശദീകരിച്ച് പഠിക്കേണ്ട ഡാറ്റയാണ് ഇത് കോശങ്ങളുടെ ഘടന എന്ന് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ സിലബസിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇത് കലകൾ പ്രധാനമായിട്ടും 4 തരത്തിൽ: ആവരണകല, പേശികല, നാഡീകല, യോജകല. ആ കലകളുടെ ഒക്കെ പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന കൃഷി ആൻഡ് പരിസ്ഥിതിയെ കുറിച്ചാണ് സിലബസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിയായിട്ട് അത്യാവശ്യം വിശദമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. കാരണം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവർത്തിച്ച് പറയാം, നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ആശയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ. ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വർഗീകരണ ശാസ്ത്രത്തെ കുറിച്ചായിരിക്കും, അല്ലെ? സോ വർഗീകരണ ശാസ്ത്രം ജന്തുശാസ്ത്രം എന്നും സസ്യശാസ്ത്രം എന്നും 2ആക്കി തരംതിരിച്ചിട്ടുണ്ട്, 5ആക്കി തരംതിരിച്ചിട്ടുണ്ട്, 6ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ഈ തരംതിരിക്കൽ പ്രക്രിയയെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം വർഗീകരണ ശാസ്ത്രത്തിൽ. ദെൻ അതുകൂടാണ്ട് ജനിതക ശാസ്ത്രം, ബയോളജിയുടെ ഏറ്റവും ബൃഹത്തായ ശാഖ, ഏറ്റവും വലിയ ശാഖ, ആ ശാഖയാണ് ഇത് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം. ജനിതക ശാസ്ത്രത്തെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. പല റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനും ജനിതക ശാസ്ത്രത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. സോ ആ ജനിതക ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 10ാം ക്ലാസ് മുതൽ ജനിതക ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ. SCERT NCERT 2 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പരിശോധിച്ചാലും ജെനറ്റിക്സിനെ നമുക്ക് കാണാം. ആ ജെനറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യണം, A to Z ഡാറ്റ പഠിച്ചിരിക്കണം. അവിടെ നിന്നൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ മക്കളെ. അതുകൂടാണ്ട് പ്രകാശ സംശ്ലേഷണം ഓൾമോസ്റ്റ് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പ്രകാശ സംശ്ലേഷണം എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ആ പ്രക്രിയകൾ നടക്കുന്ന ഭാഗത്തെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിൽ നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡാറ്റകളും നമുക്ക് എവിടെ കാണാം, നമ്മുടെ പ്രസ് സ്കെയിൽ ആപ്പിനകത്ത് കാണാം. സോ അത് കൂടാണ്ട് എന്തുണ്ട്,
നമുക്കറിയാം കോശങ്ങളുടെ കൂട്ടമാണ് കലകളെങ്കിൽ കലകളുടെ കൂട്ടമാണെന്ത്? അവയവം. ആ അവയവങ്ങളുടെ കൂട്ടമാണെന്ത്? അവയവ വ്യവസ്ഥ. അവയവം എന്ന് പറഞ്ഞപ്പോ നോർമലി നമുക്കറിയാം നമ്മൾ അവയവങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും കേരള PSCയുടെ ഏത് മത്സര പരീക്ഷ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഇതൊക്കെ കാണാം. നോർമലി കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് അല്ലേ? സോ ഈ അവയവങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിക്കണം. അത് മാത്രമല്ല അവയവങ്ങളുടെ കൂട്ടമാണ് ഇത് അവയവ വ്യവസ്ഥ. അത്തരത്തിൽ പ്രധാനപ്പെട്ട അവയവ വ്യവസ്ഥ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദഹന വ്യവസ്ഥയിൽ നിന്നാണ്. ദഹന വ്യവസ്ഥ പഠിച്ചിരിക്കേണ്ട ഡാറ്റയാണ്. എങ്ങനെയാണ് ദഹന പ്രക്രിയ നടക്കുന്നത്? എവിടെ നിന്നാണ് ദഹിക്കുന്നത്? ഭാഗികമായ ദഹനം നടക്കുന്നത് എവിടെ? പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെ? ഇതൊക്കെ കേരള PSC ചോദിച്ചാണ്. ഒരു 10,000 വട്ടം ചോദിച്ചതാ ദഹന പ്രക്രിയ നടക്കുന്ന ഭാഗങ്ങളെ കുറിച്ച്. സോ ആ ദഹന പ്രക്രിയയെ കുറിച്ചും ദഹന വ്യവസ്ഥയെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക? വിസർജന വ്യവസ്ഥയെ കുറിച്ച്, വിസർജ്യ വ്യവസ്ഥയെ കുറിച്ച്, നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. സോ ഇതൊക്കെ സിലബസിന്റെ ഭാഗങ്ങളാണ്. സോ ഈ സിലബസിന്റെ ഭാഗങ്ങളിൽ തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. പ്രത്യുൽപാദന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ നാഡീ വ്യവസ്ഥ, ദ വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് നമുക്കറിയാം. വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ അതേത് വ്യവസ്ഥയാ? നമ്മുടെ നാഡീ വ്യവസ്ഥ. നാഡീ വ്യവസ്ഥയെ കുറിച്ച് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നതും അതുകൂടാണ്ട് ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? A to Z നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, റാങ്ക് മേക്കിംഗ് ചോദ്യകർത്താവ് തലകുത്തിയിരുന്ന് ചോദിച്ചാലും ശരി, നമുക്കറിയാത്തൊരു ഡാറ്റ എവിടെ ഉണ്ടാവരുത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവരുത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യനിലൂടെയും ആൻസറിലൂടെയും ഒക്കെ കടന്നുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിനെ ഫേസ് ചെയ്യണം. മനസ്സിലായോ? സോ അതോടൊപ്പം തന്നെ നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ ഇവിടെ ഉണ്ട്, ഇന്ദ്രിയങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിനെ കുറിച്ചും മൂക്കിനെ കുറിച്ചും. കണ്ണൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കണ്ണിനെ കുറിച്ച് ഒരു 10,000 വട്ടം PSC ചോദിച്ചിട്ടുണ്ട്. കണ്ണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കണ്ണിലെ പാളികൾ ഏതൊക്കെയാ? കണ്ണിന് ആവശ്യമായ വൈറ്റമിൻസ് ഏതൊക്കെയാ? റെറ്റിനയുടെ പ്രത്യേകത എന്താ? കോർണി എന്താ? കൺജങ്ക്റ്റൈവ എന്താ? എന്നതിനെ കുറിച്ചൊക്കെ, കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? സോ അതൊക്കെ എന്താണ്? റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ചോദിക്കാറുണ്ട് കേരള PSC. സോ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങളിൽ ഡിസ്കസ് ചെയ്യും. അത് കൂടാണ്ട് രോഗങ്ങളും ആരോഗ്യ പരിപാലനവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഭാഗം. നമുക്കുണ്ടാവുന്ന ബാക്ടീരിയൽ ഡിസോർഡർ ഏതൊക്കെയാണ്? വൈറൽ ഡിസോർഡർ ഏതൊക്കെയാണ്? പ്രോട്ടോസോവൽ ഡിസോർഡർ ഏതൊക്കെയാണ്? അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്ത് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ആ രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ആപ്പിനകത്ത് കൃത്യമായ ക്ലാസ്സുകൾ ഉണ്ടാവേ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സിലബസിലെ ടോപ്പിക്കുകളൊക്കെ തന്നെ ഉണ്ടാവും. ഇനി ഈ ഡാറ്റകൾ മാത്രമല്ല ഞാൻ ഡിസ്കസ് ചെയ്തുതരാം. വൈറ്റമിനെ കുറിച്ചും മിനറലുകളെ കുറിച്ചും എൻസൈമുകളെ കുറിച്ചും ഹോർമോണുകളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പരാമർശിച്ചിരിക്കുന്ന ഭാഗം. എന്നാൽ ഇത് മാത്രം മതിയോ? പോരാ. സിലബസ് ഇത്രയേ ഉള്ളൂ എന്ന് കരുതി ഇത് മാത്രം പഠിച്ചാൽ പോരെ, ഇനിയും നമ്മൾ പഠിക്കണം. അതായത് ഇവിടെ പരാമർശിക്കാത്ത രക്തപര്യന വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം കഴിഞ്ഞ UPSCയുടെ ഒക്കെ എക്സാമിന് റാങ്ക് മേക്കിംഗ് ആയ ചോദ്യങ്ങളൊക്കെ രക്തപര്യന വ്യവസ്ഥയിൽ നിന്നുണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ രക്തപര്യന വ്യവസ്ഥ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. സോ നമ്മുടെ ശ്വസന വ്യവസ്ഥ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. നമ്മുടെ അസ്ഥി വ്യവസ്ഥ, നമ്മുടെ പേശി വ്യവസ്ഥ, ഇങ്ങനെ നമ്മുടെ ബോഡിയിലെ എല്ലാ വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിൽ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറെടുക്കണം അല്ലേ? സോ അതുകൊണ്ട് ഈ സിലബസിൽ പരാമർശിച്ച ഈ ടോപ്പിക്ക് മാത്രം പോരാ. സോ ഇതിൽ പരാമർശിക്കാത്ത പല ഭാഗങ്ങളും നമ്മുടെ ആപ്പിനകത്ത് വ്യക്തമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ആപ്പിനകത്തുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ച് മനസ്സിലാക്കി വെക്കുക. സോ അതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സുകൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് തുടങ്ങാം. സോ കോശങ്ങളുടെ ഘടന. കോശത്തിന്റെ ഘടനയെ പരാമർശിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 8ാം ക്ലാസ്സിലെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്ന കുറച്ച് ഡാറ്റകളാണ്. ഈ 8ാം ക്ലാസ്സിൽ ഇപ്പം പ്രതിപാദിക്കുന്ന ഡാറ്റ മുൻപ് 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 8ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ഡാറ്റയും അതോടൊപ്പം തന്നെ കുറച്ച് എക്സ്ട്രാ ഡാറ്റയും കൂടെ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോഴൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയ ചോദ്യം, ജീവൻ എങ്ങനെ ഉണ്ടായി? ജീവൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലരും പല അഭിപ്രായങ്ങൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ മനസ്സിലാക്ക മക്കളെ, ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോ നോർമലി മനസ്സിലാക്കി വെച്ചോ, നമ്മുടെ ഭൂമി ഏകദേശം 4600 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നതായിരുന്നു ചുട്ടുപഴുത്ത അഗ്നിഗോളമായിരുന്നു. ആ ചുട്ടുപഴുത്ത അഗ്നിഗോളത്തിൽ ഏകദേശം 7ഓളം വാതകങ്ങൾ, 7 വാതകങ്ങളെന്ന് ഹൈഡ്രജൻ, നൈട്രജൻ, മീഥൈൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, നീരാവി. വാതകങ്ങളുടെ പേരൊന്നും പഠിക്കണ്ട.
ഈ 7 വാതകങ്ങളും പരസ്പരം എന്ത് ചെയ്തു? പരസ്പരം കണ്ടുമുട്ടുന്നു. പരസ്പരം കണ്ടുമുട്ടി റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ പരസ്പരം കണ്ടുമുട്ടി റിയാക്ട് ചെയ്തപ്പോ എന്തുണ്ടായി? ചില ജൈവ സംയുക്തങ്ങൾ ഫോം ചെയ്തു, അഥവാ ഓർഗാനിക് കോമ്പൗണ്ട്. ജൈവ സംയുക്തമാണ്, അഥവാ ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. നോർമലി 7 വാതകങ്ങൾ പരസ്പരം റിയാക്ട് ചെയ്തപ്പോൾ ജൈവ സംയുക്തങ്ങൾ ഫോം ചെയ്തു. ഈ ജൈവ സംയുക്തം മഴവെള്ളത്തിൽ ലയിച്ച് മെല്ലെ സാവധാനം സ്ലോലി പതുക്കെ എവിടെ എത്തിച്ചേർന്നു? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്തിച്ചേർന്നു. അങ്ങനെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്തിച്ചേർന്ന ഈ ജൈവ സംയുക്തത്തിന് കണ്ടോളെ, ഈ ജൈവ സംയുക്തത്തിന് തുടർച്ചയായ രാസമാറ്റം അഥവാ തുടർച്ചയായ രാസപരിണാമം അഥവാ തുടർച്ചയായ കെമിക്കൽ എവല്യൂഷൻ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ആദ്യമായി ഒരു ജീവനുള്ള വസ്തു ഉണ്ടാവുന്നത്. ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോ പലരും പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവനുള്ള വസ്തുക്കൾ ഉണ്ടായത് അഥവാ ജീവി ഉണ്ടായത് എന്ത് ചെയ്തിട്ടാണ്? 7 വാതകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ, നൈട്രജൻ, മീത്തൈൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, നീരാവി, ഇങ്ങനെയുള്ള 7 വാതകങ്ങൾ റിയാക്ട് ചെയ്തപ്പോ എന്തുണ്ടായി? ജൈവ സംയുക്തം ഫോം ചെയ്തു. ആ ജൈവ സംയുക്തം മഴവെള്ളത്തിൽ ലയിച്ച് മന്ദം മെല്ലെ എവിടെ എത്തിച്ചേർന്നു? സമുദ്രത്തിനടിത്തട്ടിൽ എത്തിച്ചേർന്നു. അങ്ങനെ സമുദ്രത്തിനടിത്തട്ടിൽ വെച്ച് ഈ ജൈവ സംയുക്തത്തിന് തുടർച്ചയായ രാസമാറ്റം, ഓർത്തു വെച്ചോളെ, തുടർച്ചയായ രാസമാറ്റം അഥവാ രാസപരിണാമം സംഭവിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? ആദിമജീവി ആവിർഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഏത്? ദ സിദ്ധാന്തം ഈസ് നോൺ ആസ്, ആ തിയറിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ദ സിദ്ധാന്തം ഈസ് നോൺ ആസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? രാസപരിണാമ സിദ്ധാന്തം. കേട്ടോളൂ, എന്താ വിളിക്കുക? രാസപരിണാമ സിദ്ധാന്തം. മറക്കുമോ? അപ്പൊ രാസപരിണാമ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് കേരള PSC ചോദിച്ചിട്ടുണ്ട് ഒരു 10,000 വട്ടം. രാസപരിണാമ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടതാ? ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രബലമായ സിദ്ധാന്തമാണ് ഇത്, രാസപരിണാമ സിദ്ധാന്തം. ദ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സിദ്ധാന്തമാണ് ഇത്, രാസപരിണാമ സിദ്ധാന്തം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാസപരിണാമ സിദ്ധാന്ത പ്രകാരം അഥവാ കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രകാരം ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആദിമജീവി ആവിർഭവിച്ചത്. അടിവരയിട്ട് വെച്ച് പഠിച്ചോ. 10ാം ക്ലാസ്സിലെ ഒരു ബോക്സിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഡാറ്റ 8ാം ക്ലാസ്സിൽ ഈ വർഷം മുതൽ 8ാമത്തെ ചാപ്റ്ററിൽ, അതായത് ബയോളജിയുടെ 1ാമത്തെ ചാപ്റ്ററിൽ EVSന്റെ ബേസിക് സയൻസിന്റെ 8ാമത്തെ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്ന ഡാറ്റയാണെന്ത്? 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിനടിത്തട്ടിൽ ആദിമജീവി ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഇത്, രാസപരിണാമ സിദ്ധാന്തം അല്ലേ? അങ്ങനെയാണെങ്കിൽ കേരള PSC ചോദിച്ചു, ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സിദ്ധാന്തമല്ലേ രാസപരിണാമ സിദ്ധാന്തം? ആ രാസപരിണാമ സിദ്ധാന്തം, ആ കെമിക്കൽ എവല്യൂഷൻ തിയറി ആരാണ് ആവിഷ്കരിച്ചത്? ഇങ്ങനൊരു സിദ്ധാന്തം ആര് ഫോർവേഡ് ചെയ്തു, ആരുണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം മുട്ടരുത്. മക്കൾ ഓർത്ത് വെച്ചോ, രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മറ്റാരുമല്ല, AI ഒപ്പാരിൻ. ഓർത്ത് വെച്ചോളെ, AI ഒപ്പാരിനും ഒപ്പാരിൻ മാത്രമാണോ? AI ഒപ്പാരിനും JBS ഹാൾഡെയിനും. ഒപ്പാരിനും ഹാൾഡെയിനും ചേർന്ന് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ഇത്, രാസപരിണാമ സിദ്ധാന്തം. AI ഒപ്പാരിനും JBS ഹാൾഡെയിനും ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ഇത്, രാസപരിണാമ സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ ആ സിദ്ധാന്തം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നില്ലേ? നമ്മൾ ഇപ്പോഴും പഠിക്കുന്നില്ലേ? നമ്മൾ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നമുക്ക് എന്ത് വേണം? നമ്മളൊരു സയൻസ് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് തെളിവുകൾ വേണ്ടേ? ഒപ്പാരന്റെ ഹാൾഡന്റെ സിദ്ധാന്തമായ രാസപരിണാമ സിദ്ധാന്തം നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായ ചില തെളിവുകളൊക്കെ ലഭ്യമായിട്ടുണ്ടാവണം അല്ലേ? അങ്ങനെയാണെങ്കിൽ കേരള PSC വീണ്ടും ചോദിച്ചു, ഒപ്പാരന്റെയും ഹാൾഡന്റെയും രാസപരിണാമ സിദ്ധാന്തത്തിന് ആവശ്യമായ തെളിവ് നൽകിയത് ആരൊക്കെയാണ്? അവരുടെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ലോക പ്രശസ്തര 10 തലയ തനി രാവണന എന്ന് പറയുന്നത് പോലെ നോർമലി മനസ്സിലാക്കി വെച്ചോ, അവരുടെ മുഴുവൻ പേര് പോലും നമ്മൾ പറയാറില്ല.
ഒപ്പാരന്റെ ഹാൾഡന്റെ സിദ്ധാന്തത്തിന് ആവശ്യമായ തെളിവ് നൽകിയത് ആരാണെന്ന് വെച്ചാൽ അവരുടെ പേരാണെന്ത്? മറക്കരുത് മക്കളെ, സ്റ്റാൻലി മില്ലർ. കേട്ടോളെ, സ്റ്റാൻലി മില്ലർ. സ്റ്റാൻലി മില്ലർ ഒറ്റയ്ക്കാണോ? അല്ല, ഹരോൾഡ് യൂറേ. സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറേയും എന്ത് ചെയ്തു? യൂറേയും എന്ത് ചെയ്തു? ഇവരുടെ മുഴുവൻ പേര് വിളിക്കാറില്ല, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. മില്ലർ യൂറേ എക്സ്പെരിമെന്റ് അത്ര മാത്രമേ പറയാറുള്ളൂ. മില്ലർ യൂറേ എക്സ്പെരിമെന്റിലൂടെ അവരെന്താണ് ചെയ്തത്? ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തെ ഒരു ലാബിൽ റീക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 4 വാതകങ്ങളുടെ സഹായത്താൽ എന്തിനെ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞു? ജൈവ സംയുക്തമായ, കേട്ടോളെ, എന്തായ? ജൈവ സംയുക്തം അഥവാ ഓർഗാനിക് കോമ്പൗണ്ടായ എന്തിനെ? അമീനോ ആസിഡുകളെ. അമീനോ ആസിഡ് ആണ്, അമീനോ ആസിഡുകളെ നിർമ്മിച്ചെടുക്കാൻ. ആരെ നിർമ്മിച്ചെടുക്കാൻ? അമീനോ ആസിഡുകളെ നിർമ്മിച്ചെടുക്കാൻ ആർക്കൊക്കെ കഴിഞ്ഞു? ഇതടക്കം കേരള PS ചോദിച്ചതാ. അമിനോ ആസിഡുകളെ നിർമ്മിച്ചെടുക്കാൻ ആർക്കൊക്കെ കഴിഞ്ഞു? നമ്മുടെ സ്റ്റാൻലി മില്ലർക്കും ഹരോൾഡ് യൂറേക്കും കഴിഞ്ഞു. അതായത് മില്ലർ യൂറേ എക്സ്പെരിമെന്റിലൂടെ അമിനോ ആസിഡ് എന്ന ജൈവ സംയുക്തത്തെ നിർമ്മിച്ചുകൊണ്ടാണ് രാസപരിണാമ സിദ്ധാന്തത്തിന് ആവശ്യമായ തെളിവുകൾ ആരൊക്കെ നൽകുന്നത്? സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറേയും നൽകുന്നത്. മറക്കരുതേ. അപ്പൊ രാസപരിണാമ സിദ്ധാന്തത്തിന് ആവശ്യമായ തെളിവ് നൽകിയത് സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറേയുമാണ്. എന്തിനെ നിർമ്മിച്ചുകൊണ്ട്? അമിനോ ആസിഡുകളെ നിർമ്മിച്ചുകൊണ്ട്. എന്നാൽ രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാ? അത് ഒപ്പാരനും ഹാൾഡേനുമാണ്. തിരിഞ്ഞു പോകരുതേ മക്കളെ. വെരി ഇമ്പോർട്ടന്റ് ആയ ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. പക്കയാണോ? പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന, ഇപ്പോഴും ഫോളോ ചെയ്യുന്ന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. അറിയാലോ. സോ ചോദ്യം, ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടലിനോട് ചോദിച്ചു. നമുക്ക് അങ്ങനെ പഠിക്കാം. സോ ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് ജീവശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടലിനോട് ചോദിച്ചപ്പോ, അരിസ്റ്റോട്ടൽ മാത്രമല്ല, ഒരുപാട് വ്യക്തികൾ വേറെ ഉണ്ട്. അരിസ്റ്റോട്ടൽ, അനാക്സിമാൻഡർ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഒന്നും വേണ്ട, നമുക്ക് ഇത്ര മാത്രം മതി. ജീവനുള്ള വസ്തു എങ്ങനെ ഉണ്ടായെന്ന് അരിസ്റ്റോട്ടലിനോട് ചോദിച്ചപ്പോ അരിസ്റ്റോട്ടൽ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. ജീവനുള്ള വസ്തുക്കൾ ഉണ്ടായത് ആകസ്മികമായിട്ടാ, ഐ മീൻ സ്പോണ്ടേനിയസ് ആയിട്ട്. അതായത് പെട്ടെന്നാണ് എന്തുണ്ടായത്? ജീവനുള്ള വസ്തുക്കൾ ഉണ്ടായത് എന്നാര് വാദിച്ചു? അരിസ്റ്റോട്ടൽ വാദിച്ചു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, കുറച്ച് വെള്ളത്തിൽ പെട്ടെന്ന് മത്സ്യങ്ങൾ ഉണ്ടാകുന്നു, ചളിയിൽ പെട്ടെന്ന് തവളകൾ ഉണ്ടാകുന്നു, അന്തരീക്ഷത്തിൽ പെട്ടെന്ന് പ്രാണികൾ ഉണ്ടാകുന്നു എന്നാര് വാദിച്ചു? അരിസ്റ്റോട്ടലും കൂട്ടരും. അങ്ങനെ പറയാം, അരിസ്റ്റോട്ടലും കൂട്ടരും വാദിച്ചു. ആ വാദഗതി ഇവിടെ അരിസ്റ്റോട്ടലിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നത്. സോ ജീവശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടലിന്റെ വാദഗതി എന്താണ്? ജീവനുള്ള വസ്തുക്കൾ ഉണ്ടായത് ആകസ്മികമായിട്ടാണെന്ന്. സോ ഈ തിയറിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അപ്പൊ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ഓർത്തു വെച്ചോ. അഥവാ ആകസ്മിക ഉൽപ്പത്തി എന്നത് ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്. ആവിഷ്കരിച്ചത് ഒരുപാട് പേരുണ്ടെങ്കിലും നോർമലി നമുക്കാരെയാണ് ആവശ്യം? അരിസ്റ്റോട്ടലിനെയാണ് ആവശ്യം. കാരണം അദ്ദേഹമാണ് ആര്? ജീവശാസ്ത്രത്തിന്റെ പിതാവ്, അല്ലെ? അപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ജീവനുള്ള വസ്തുക്കൾ ആവിർഭവിച്ചത് ആകസ്മികമായിട്ടാണ്, അതായത് സ്പോണ്ടേനിയസ് ആയിട്ടാണ്, അല്ലേ? അപ്പൊ ഈ വാദഗതി കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. എന്നാ നമ്മൾ നേരത്തെ രാസപരിണാമ സിദ്ധാന്തം പഠിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു വാദഗതി, വേറെയും വാദഗതികളൊക്കെ ഉണ്ട്. ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കിയ ദൈവങ്ങളാണെന്ന് പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. നോർമലി നമ്മൾ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പം മനസ്സിലാക്കി വെച്ചോ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാദഗതി വേറൊന്നല്ല. ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് ഫ്രാൻസിലെ മിസ്റ്റർ റിച്ചറിനോട് ചോദിച്ചു ജീവനുള്ള വസ്തു എങ്ങനെയാ ഉണ്ടായത്. അപ്പൊ റിച്ചർ എന്താ വിളിച്ചു പറഞ്ഞറിയാവോ? മിച്ചർ അല്ലേ മക്കളെ? റിച്ചർ എന്താ വിളിച്ചു പറഞ്ഞറിയാവോ? റിച്ചർ വിളിച്ചു പറഞ്ഞ ഇങ്ങനെയാണ്: ജീവനുള്ള വസ്തുക്കൾ ഉണ്ടായത് നമ്മുടെ ഭൂമിയിലല്ല, പ്രപഞ്ചത്തിന്റെ മറ്റേതോ മൂലയിൽ. വല്ല ചൊവ്വയിലോ ശനിയിലെങ്ങാൻ ജീവനുള്ള വസ്തു ഉണ്ടായി. ആ ജീവനുള്ള വസ്തു ഉൽക്കകൾ പതിക്കുന്നത് പോലെ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചതാണെന്ന് ആര് വാദിച്ചു? റിച്ചർ വാദിച്ചു. റിച്ചറിന്റെ ഈ വാദഗതിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ദ തിയറി ഈസ് നോൺ ആസ്, ഈ സിദ്ധാന്തത്തെ വിളിക്കുന്ന പേര്, ഈ വാദഗതി അറിയപ്പെടുന്ന പേരാണെന്ത്? ദ വെരി ഇമ്പോർട്ടന്റ്, ദിസ് ഈസ് നോൺ ആസ് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? പാൻസ്പെർമിയ. അപ്പം കേരള PS ചോദിച്ച ചോദ്യമാണ് തിയറി ഓഫ് പാൻസ്പെർമിയ അഥവാ പാൻസ്പെർമിയ വാദഗതി. എന്താണ് പാൻസ്പെർമിയ വാദഗതി? പോയിന്റ് നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം: ജീവൻ ആവിർഭവിച്ചത് നമ്മുടെ ഭൂമിയിലല്ല, പ്രപഞ്ചത്തിന്റെ മറ്റേതോ മൂലയിലാണ്. അവിടെ നിന്ന് ജീവനുള്ള വസ്തു നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേർന്നതാണ് എന്ന വാദഗതിയെ അറിയപ്പെടുന്ന പേരാണെന്ത്? പാൻസ്പെർമിയ സിദ്ധാന്തം. ആവിഷ്കരിച്ച വ്യക്തി റിച്ചർ ആണ് എന്നുകൂടെ ഓർത്തവിടെ വെച്ചേക്ക്.
സോ ഈ സിദ്ധാന്തങ്ങൾ, അതായത് ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഈ 3 വാദഗതിയും, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് രാസപരിണാമ സിദ്ധാന്തം എന്ന അതേപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. മറ്റൊരു വാദഗതിയാണെന്ത്? പാൻസ്പെർമിയ തിയറി. ഈ 2 വാദഗതിയും വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. മറക്കുമോ? മറക്കരുത് മക്കളെ. വെരി ഇമ്പോർട്ടന്റ് ആയ ഡാറ്റയാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോ. ഭൂമിക്ക് പുറമെയുള്ള, ഇതും കേരള PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാ, ഭൂമിക്ക് പുറമെയുള്ള ജീവനെ കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കും? ഭൂമിക്ക് പുറമെയുള്ള ജീവനെ കുറിച്ചുള്ള പഠനമാണെന്ത്? ഓർത്ത് വെച്ചോ, എക്സോബയോളജി എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? എക്സോബയോളജി. സോ ഭൂമിക്ക് പുറമെയുള്ള ജീവനെ കുറിച്ചുള്ള പഠനമാണെന്ത്? എക്സോബയോളജി. ഇത് പ്രീവിയസ് ആയിട്ട് ഒരുപാട് വട്ടം കേരള PSC ചോദിച്ചതാ. ഭൂമിക്ക് പുറമെയുള്ള ജീവനെ കുറിച്ചുള്ള പഠനം എക്സോബയോളജിയാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു പാൻസ്പെർമിയ? ജീവനുള്ള വസ്തു ഉണ്ടായത് നമ്മുടെ ഭൂമിയിലല്ല, പ്രപഞ്ചത്തിന്റെ മറ്റേതോ മൂലയിലാണ് ജീവനുള്ള വസ്തു ഉണ്ടായത്. അവിടെ നിന്ന് ഭൂമിയിൽ ജീവനുള്ള വസ്തു എത്തിച്ചേർന്നതാണ് എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം പാൻസ്പെർമിയാണ്, അല്ലേ? എന്നാൽ ജീവൻ ഉണ്ടായത് രാസപരിണാമ സിദ്ധാന്തത്തിലൂടെയാണെന്ന് വിശദീകരിച്ചത് ആരൊക്കെയായിരുന്നു? ഒപ്പാരനും ഹാൾഡെയിനും. ആ സിദ്ധാന്തത്തിന് ആവശ്യമായി തെളിവ് നൽകിയത് ആരൊക്കെയാ? സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറയും. ഇവിടെ ഒരു ഡാറ്റ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. എന്തായാലും ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായി? ആദ്യമായി ഒരു ജീവനുള്ള വസ്തു ഉണ്ടായി. ജീവൻ ഉണ്ടായത് 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ആദിമ ജീവിക്ക് തുടർച്ചയായിട്ട് മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ മാറ്റം സംഭവിച്ചിട്ടാണ് ഏകദേശം 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്ത് രൂപപ്പെടുന്നത്? പ്രോകാരിയോട്ടുകൾ രൂപപ്പെടുന്നത്. പ്രോകാരിയോട്ടാണ് പ്രോകാരിയോട്ട്. എന്താണ് പ്രോകാരിയോട്ട്? നോർമലി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. വ്യക്തമായ മർമ്മമുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്നവര് യൂകാരിയോട്ട് എന്നാണെങ്കിൽ, മർമ്മമില്ലാത്ത ജീവികളെ വിളിക്കുന്നവരാണെന്ത്? പ്രോകാരിയോട്ട്. അപ്പൊ മനസ്സിലാക്കി വെച്ചോ, യൂകാരിയോട്ടുകൾക്ക് മുമ്പേ എന്തുണ്ടായിട്ടുണ്ട്? പ്രോകാരിയോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതും ഏകദേശം 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ? 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആദിമ ജീവി സമുദ്രത്തിനടിത്തട്ടിൽ ആവിർഭവിച്ചത്. ആ ജീവിക്ക് തുടർച്ചയായ മാറ്റം സംഭവിക്കുന്നു. തുടർന്ന് എന്ത് ചെയ്യുന്നു? 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രോകാരിയോട്ടുകൾ ഫോം ചെയ്യുന്നു. അവിടെ നിന്നും കുറെ കാലം കഴിഞ്ഞു. ഏകദേശം എത്ര വർഷം കഴിഞ്ഞപ്പോൾ? നോർമലി മനസ്സിലാക്കി വെച്ചോ, 1500 ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്തുണ്ടാവുന്നത്? അല്ലെങ്കിൽ 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ഫോം ചെയ്തത്? ഓർത്ത് വെച്ചോ, യൂകാരിയോട്ടുകൾ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വ്യക്തമായ മർമ്മമുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കുക. അപ്പൊ യൂകാരിയോട്ടുകളുടെ ഫോർമേഷൻ ഉണ്ടായത് 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. എടാ, അവിടെ നിന്നും കഴിഞ്ഞ് നോർമലി മനസ്സിലാക്കി വെച്ചോ, ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ഫോം ചെയ്യുന്നത്? ബഹുകോശ ജീവജാലങ്ങൾ ഫോം ചെയ്യുന്നത് 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത്രയും ഡാറ്റയാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദിമ ജീവി ഭൂമിയിൽ ആവിർഭവിച്ചു, അല്ലെ? എന്നാ 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്യുന്നത്? പ്രോകാരിയോട്ടുകൾ. വ്യക്തമായ മർമ്മം ഇല്ലാത്ത ജീവികളെ നമ്മൾ പ്രോകാരിയോട്ട് എന്ന് വിളിക്കുക. ആ പ്രോകാരിയോട്ടുകൾ ഫോം ചെയ്തത് 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ അതും കഴിഞ്ഞു. ഏകദേശം 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ഫോം ചെയ്യുന്നത്? യൂകാരിയോട്ടുകൾ, അതായത് വ്യക്തമായ മർമ്മമുള്ള ജീവികൾ ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുകോശ ജീവികൾ ഫോം ചെയ്യുന്നത്. ഈ ഡാറ്റ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെക്ക്. കാരണം 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ഡാറ്റയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, മറക്കരുതേ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദിമ ജീവി ഉണ്ടാവുന്നു. 3000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രോകാരിയോട്ടുകൾ ഫോം ചെയ്യുന്നു. 1500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് യൂകാരിയോട്ടുകൾ ഫോം ചെയ്തു. എന്തിനേറെ പറയുന്നു, 1000 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുകോശ ജീവികൾ ഉണ്ടായത്. സോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മൾ എങ്ങോട്ടേക്ക് പോകും? അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. സോ ബയോളജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ ഭാഗം അതേതാണ്? കോശങ്ങളുടെ ഘടന. എന്താണ് കോശത്തിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ് കോശങ്ങൾക്കകത്ത് കാണപ്പെടുന്നത്? കോശങ്ങളിലെ കോശാംഗങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കോശാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ദുരൂഹതകൾ അഴിയുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബായ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇപ്പോഴേ നമ്മുടെ പഠനം ആരംഭിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? കാത്തിരിക്കരുത്. ഓക്കെ? സോ ഇപ്പോഴേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡാറ്റയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് റിവിഷൻ നടത്തിക്കൊണ്ട്, നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് അത്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു താല്പര്യം കാണിക്കണം.
2 വ്യക്തമായ ഇടവേളകൾ റിവിഷൻ നടത്തണം. 3 കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കണം. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പ്രസ്റ്റീൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് നീക്കുള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.